ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മളൊരു ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ദമ്മൊന്നും ചെയ്തിട്ടില്ല. റൈസും വേറെ ചിക്കനും വേറെ ആയിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ കാണാം. ഇതാ അടിപൊളിയായിട്ട് ബിരിയാണി റൈസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഒരു തിക്ക് ഗ്രേവി ആയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പ്ലേറ്റിലോട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഈ ഒരു ബൗളിലേക്ക് ബിരിയാണി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ പീസ് കൂടെ വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ കുറച്ച് ചിക്കൻ പീസ് കൂടെ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഗ്രേവിയോട് കൂടി വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ചിക്കൻ പീസും ഗ്രേവിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് റൈസ് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ അതൊന്ന് വെച്ചിട്ട് കാണാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവോള വറുത്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു കളർഫുള്ളാകാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അവിടെ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബിരിയാണി ബൗൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഈ പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. കൊടുത്തിട്ടുണ്ട്. ഒന്ന് അലങ്കാരപ്പണികളൊക്കെ ഒന്ന് ചെയ്തേക്കാം. ചിക്കൻ പീസൊക്കെ ഇവിടുന്ന് സൈഡിൽ കൂടെ നമുക്ക് കാണാം. ആണ് നമ്മുടെ ബിരിയാണി. ബിരിയാണിയുടെ കൂട്ടത്തിൽ ഒരു പപ്പടമുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതാ അച്ചാറുണ്ട്, പപ്പടം, സാലഡ്. എങ്ങനെയുണ്ട്? ഞായറാഴ്ചയായിട്ട് എല്ലാവരുമൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ബിരിയാണി, ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്ക് വേണ്ടിയും ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.